എല്ലാവർക്കും നമസ്കാരം. ഈ പോട്ട ആശ്രമം ജംഗ്ഷനിൽ ജനങ്ങളോട് നന്ദി പറഞ്ഞുകൊണ്ടൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ നിങ്ങൾ കാണിച്ചു തരണം. ആക്ഷൻ കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ നടന്ന വലിയ പോരാട്ടത്തിൻ്റെ ഫലമായിട്ട് ഇവിടെ ഫ്ലൈ ഓവർ വന്നെന്ന് പറയാൻ പോണം. എന്ന് ഫ്ലൈ ഓവർ വരും, ഇതിൻ്റെ പ്രവർത്തനങ്ങൾ എന്ന് ആരംഭിക്കും, ഒരു പിടിപാടും ഇല്ല കേട്ടോ. അപ്പോൾ അത്രയും നാൾ എൻ്റെ അറിവിൽ എന്തായിരുന്നാലും 2 കൊല്ലം പിടിക്കാണ്ടിരിക്കില്ല. അപ്പോൾ അതുവരെ ഈ ആശ്രമം ജംഗ്ഷൻ എന്ന് പറയുന്ന ജംഗ്ഷൻ ഇപ്പോൾ ഈ ചാലക്കുടിയിലെ പോട്ട എന്ന് പറഞ്ഞ് കേൾക്കുമ്പോൾ തന്നെ 3 പ്രധാന ജംഗ്ഷനുകളാണ് നമുക്ക് മനസ്സിൽ വരിക. പാപ്പാളി ജംഗ്ഷൻ, സുന്ദരിക്കാവ് ജംഗ്ഷൻ, ആശ്രമം ജംഗ്ഷൻ. ഈ പിള്ളേർ പണ്ട് ചോറ് തിന്നാണ്ടാവുമ്പോൾ ഈ അമ്മമാർ ഈ പേടിക്കുന്ന രൂപങ്ങളൊക്കെ പറഞ്ഞിട്ട് ചോറ് തീറ്റിക്കും. ഇപ്പോൾ ചാലക്കുടി ഭാഗത്തെ കൊച്ചു കുട്ടികൾ ചോറ് തിന്നണമെങ്കിൽ ഏറ്റവും നല്ല സംഗതി എന്ന് പറഞ്ഞാൽ ഈ പോട്ടയിലെ 3 ജംഗ്ഷനുകൾ പറഞ്ഞു കൊടുത്താൽ മതി. പാപ്പാളി ജംഗ്ഷൻ, അതൊരു കൊലയാളി ജംഗ്ഷൻ, ആശ്രമം ജംഗ്ഷൻ, പിന്നെ ഈ പറയണ സുന്ദരിക്കാവല. ഇത് 3ൻ്റെയും കാര്യം പറഞ്ഞാൽ മതി. ഏറ്റവും കൂടുതൽ ആളുകളെ കൊന്നൊടുക്കുന്ന, അതല്ലെങ്കിൽ ആളുകൾക്ക് ദുരന്തം സമ്മാനിക്കുന്ന ഒരു ഇടമായിട്ട് ഈ ആശ്രമം ജംഗ്ഷൻ മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഒരു ജീസൺ എന്ന് പറഞ്ഞ ചേട്ടൻ ഇവിടെ മരണപ്പെടുകയുണ്ടായി. അത് ട്രാവലർ കയറി വന്നതാണ്. ഈ 2-3 ആഴ്ചകൾക്ക് മുൻപ് നമ്മുടെ ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ വന്നിട്ട് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം പാപ്പാളി ജംഗ്ഷനിൽ നടുഭാഗം, അത് ഹൈവേ ക്രോസ് ചെയ്യുന്ന ഭാഗം അടയ്ക്കുക, ഈ ആശ്രമം ജംഗ്ഷൻ അടയ്ക്കുക എന്നുള്ളതായിരുന്നു. അത് അദ്ദേഹം വെറുതെ തലയ്ക്ക് ഓളം വെട്ടിൽ പറഞ്ഞ സംഭവമല്ല. പുള്ളിക്കും ഈ ഗതാഗത കാര്യങ്ങളെ പറ്റിയൊക്കെ അറിവുള്ള ഒരു മനുഷ്യനാണ്. 100-100 ചില ബസ്സുകളൊക്കെ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായ ഒരു വ്യക്തിയാണ്. അപ്പോൾ ആൾക്കറിയാം ഇതിനെപ്പറ്റി സംഭവം എന്താണെന്നുള്ളത്. പക്ഷേ നമ്മുടെ ഇവിടുത്തെ ഈ ഭരണ നേതൃത്വത്തിലെ ഗ്രൂപ്പ് അടി, അല്ലെങ്കിൽ പ്രാദേശിക വികാരങ്ങൾ, വോട്ട് ബാങ്ക്, ഇതൊക്കെ നിലനിർത്തിക്കൊണ്ട് ഈ പറയുന്ന ആശ്രമം ജംഗ്ഷനിലെ ഈ എൻട്രി ചെയ്യുന്ന ഭാഗം ഇപ്പോഴും ഓപ്പൺ ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുന്നു. അപകട ഭീഷണി എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ അപകട ഭീഷണി. സിഗ്നൽ ലൈറ്റ് സംവിധാനം എന്ന് പറഞ്ഞാൽ ഒരു കോമഡി സംവിധാനമായിട്ടാണ് ഇവിടെ ആളുകൾ കാണുന്നത്. അത് ആളുകൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇതിൽ കൂടെ പോകുന്ന ആൾക്കാർ സിഗ്നൽ ഇപ്പോൾ റെഡിലിട്ടോട്ടെ, യെല്ലോയിലിട്ടോട്ടെ, പച്ചയിലിട്ടോട്ടെ, എന്തായിരുന്നാലും ഞങ്ങൾ വണ്ടി എടുത്ത് പോകുന്നുള്ളൊരു കണ്ടീഷനാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുന്ന ഇടമായിട്ട് ഈ പോട്ട ആശ്രമം ജംഗ്ഷൻ മാറിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ മരണങ്ങളുണ്ടാകുന്നു. ആ സമയത്താണ് ഈ നന്ദി ആർക്ക് എവിടെ വെക്കാൻ വേണ്ടി വെച്ചേക്കണമെന്നൊന്നും മനസ്സിലാവണല്ലേ. ഇത് ഈ മരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് നന്ദി വെച്ചേക്കണമെന്നാണോന്ന് അറിയില്ല. എന്തായിരുന്നാലും ഇവിടെ ഇതിനെതിരെയൊക്കെ ശബ്ദം ഉയർത്താൻ കഴിവുള്ള കൗൺസിലർമാരും മറ്റു ആളുകളുണ്ട്. നമുക്ക് അവരുടെ അഭിപ്രായം ചോദിക്കാം. ഒപ്പം തന്നെ ആളുകളെ ഇതുപോലെ ഈ തെരുവോരങ്ങളിൽ ജീവൻ ഹോമിപ്പിക്കപ്പെടുന്ന തരത്തിലുള്ള ഇത്തരം ജംഗ്ഷനുകൾ, അപകടകരമായ ജംഗ്ഷനുകൾ, ഒരു മന്ത്രി പറഞ്ഞിട്ടും ഈ ജംഗ്ഷൻ്റെ കാര്യത്തിൽ ഇതുവരെ തീരുമാനമാക്കാണ്ട് സമരം ചെയ്തും അശാസ്ത്രീയമായ രീതിയിൽ മുന്നോട്ട് പോകുന്ന ഭരണകൂടങ്ങളെ കണ്ണു തുറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇനി അടുത്തൊരു മരണത്തിനായിരിക്കാം ഇവിടെ ഇതുപോലെ തന്നെ വേറെ അടുത്ത സർവകക്ഷി മത യോഗങ്ങൾ കൂടുന്നത്. എന്തു തന്നെയായാലും ഏറ്റവും വലിയ ദുരന്തമുഖമായിട്ട് പോട്ട ആശ്രമം ജംഗ്ഷനിലെ ഈ സിഗ്നൽ സംവിധാനം ഇരിക്കുന്ന റോഡ് മാറിക്കൊണ്ടിരിക്കുന്നു. ഈ ബോർഡ് വെച്ചായിരുന്ന ആളുകളുടെ ജീവനെ പറ്റിയും കൂടി ചിന്തിക്കണമെന്ന് മാത്രമാണ് പറയാനുള്ളത്. ഈ പോട്ട ആശ്രമം ജംഗ്ഷനിലാണ് നിൽക്കുന്നത്. ഇതൊരു സിഗ്നൽ ജംഗ്ഷനാണ്. കഴിഞ്ഞ ഒരു 20 ദിവസത്തിനുള്ളിൽ 3 അപകടം ഉണ്ടായി. അതിൽ ഒരു അപകടത്തിൽ ഒരു ജിംസ് എന്ന് പറഞ്ഞൊരു പയ്യൻ മരിച്ചു. അതിനിടയ്ക്ക് അതിന് തൊട്ട് മുന്നേ ഇവിടെ ബഹുമാനപ്പെട്ട മന്ത്രി വന്നിരുന്നു. ഈ ഒരു ഭാഗം, സെൻട്രൽ ഭാഗം അടയ്ക്കലെന്ന് പറഞ്ഞു. അപ്പോൾ നാട്ടുകാർ, കുറേ ആൾക്കാരും രാഷ്ട്രീയ പാർട്ടികളൊന്നും കൂടി ഇത് അടയ്ക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷെ അത് ശരിയല്ല. ഇത് എത്രയും പെട്ടെന്ന് അടയ്ക്കണം, ഫ്ലൈ ഓവർ വരണം, അത് ശരിയാണ്. അതിനുവേണ്ടി നമുക്ക് സമരം ചെയ്യണം, അതൊക്കെ നല്ല കാര്യമാണ്. പക്ഷേ ഇത് അടയ്ക്കുന്നതിന് എതിരെ സമരം ചെയ്യുന്നത് ശരിയല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. എത്ര പേരിവിടെ മരിച്ച ഈ ഒരു കുട്ടി മാത്രമല്ല, ഒരു കൊല്ലത്തിൽ 5-6 പേരോട് വാഹനത്തിൽ മരിക്കുന്നു. ഇവിടെ ഫ്ലൈ ഓവർ വരുന്നത് വരെ കാത്തിരിക്കാമെന്ന് പറഞ്ഞാൽ ഫ്ലൈ ഓവർ ഇനിയും ഒരു 3 കൊല്ലെങ്കിലും പിടിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിപ്പോൾ സാങ്ഷനാവുമെന്ന് പറയുന്നത്, ഇവിടെ ഫ്ലൈ ഓവർ വരുമെന്ന് പറയുന്നത്. പക്ഷേ അത് നമുക്കിപ്പോഴും ഉറപ്പായിട്ടില്ല. അതാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. വരും, ഡൽഹിയിൽ നിന്ന് ആൾക്കാർ വരും, വന്ന് നോക്കും, ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ കൃത്യമായിട്ട് ഇത് എന്താണെന്ന് ഇപ്പോഴും ഒന്നും പറയാൻ പറ്റിയിട്ടില്ല. ഇതിപ്പോൾ ഒരു അപകടാവസ്ഥയിൽ ഇത് ദുരന്തമുഖമായിട്ട് ഇങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിൽ നഗരസഭാ കൗൺസിലിൽ ഒരു തീരുമാനം പെട്ടെന്ന് ഈ കാര്യത്തിൽ എടുത്തുകൂടെ? ഇത് ചില പ്രാദേശിക വികാരങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഇവിടെ വീണ്ടും ഇതൊരു ദുരന്തമുഖമായിട്ട് നിലനിർത്തിയേക്കല്ലേ? ഇത് ഞാൻ നഗരസഭാ കൗൺസിലറാണ്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം, ഇവിടുത്തെ കുറേ നാട്ടുകാരും കുറേ പേരുടെ അഭിപ്രായം അത് തന്നെയാണ്. ഇത് അടയ്ക്കുന്നത് തന്നെയാണ്. ഇതിൻ്റെ തൊട്ട് മുന്നിലെ വീട്ടിലുള്ള ആളാണ് നമ്മുടെ ലിൻസ് എന്ന് പറഞ്ഞ ആളാണ് ഈ നിൽക്കുന്നത്. ആളും ആ ഒരു അഭിപ്രായക്കാരനാണ് ഇത് അടയ്ക്കുന്നത്. ഇവിടെ പലപ്പോഴും പല സമരങ്ങൾ നടത്തിക്കൊണ്ട് അടിപ്പാത നേടിയെടുത്തു എന്ന് പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത്, അടിപ്പാതയുടെ രേഖകൾ എവിടെയാണ്, എന്താണ് എന്ന് വരും.
ഈ രേഖ വരുന്നവരെ ഈ അടുത്ത് നമ്മുടെ ഈ ആശ്രമം പ്രദേശവാസിയായ ജീസൻ എന്ന് പറയുന്ന വ്യക്തി ഒരു വാഹന ഡ്രൈവറുടെ അശ്രദ്ധ മുഖാന്തരം ഉണ്ടായ അപകടത്തിൽ ഒരു ചെറുപ്പക്കാരൻ മരിച്ചു. ഇതിന് ഉത്തരവാദിത്തം എടുക്കാനോ ഇതിന് ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ഒരാളും രംഗത്ത് വരും. ഈ വേണ്ട കേവലം അവന് ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ട് നമ്മുടെ ഈ നാട്ടുകാരും തന്നെ തയ്യാറായിരുന്നില്ല. സ്വാഭാവികം ഞാനും ഇവിടുത്തെ 2 ഓട്ടോറിക്ഷ ഓടിക്കുന്ന 2 ഹെൽപ്പേഴ്സും സഹായിച്ചുകൊണ്ടാണ് അവരെ ഹോസ്പിറ്റലിൽ എത്തിയത്. ഇതുവരെ തുടർന്ന് വരുന്ന ഈ ഫ്ലൈ ഓവർ എന്ന് കഴിയുന്നോ അന്ന് വരെ ഇത് അപകടം മുരമ്പായി മാത്രം മാറുന്നു. അതുവരെ താൽക്കാലികമായ സംവിധാനത്തിൽ അടച്ചുകൊണ്ട് ഇതിൻ്റെ ഫ്ലൈ ഓവർ എന്ന് പറയുന്ന ആശയം എത്രയും പെട്ടെന്ന് ജീവൻ വെക്കട്ടെ എന്നാണ് എൻ്റെ ആശയം. അതോടൊപ്പം തന്നെ ഈ ഫ്ലൈ ഓവർ കടന്നു പോകുന്ന എഴുന്നള്ളത്ത് പാത, ഈ എഴുന്നള്ളത്ത് പാതയിൽ ഇതിൻ്റെ പൊതുജനത്തിന് സഞ്ചാര സ്വാതന്ത്ര്യത്തിനുള്ള ഈ റോഡ് പല വ്യക്തികളും സ്വകാര്യ വ്യക്തികൾ കൈവശം വെച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെ പോലും ഒഴിപ്പിക്കാൻ പറ്റാത്ത നമ്മുടെ നാട്ടിലെ സാമൂഹ്യ പ്രവർത്തകരാണ് ഈ അടിപ്പാതയ്ക്ക് വേണ്ടിയിട്ട് ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ളത്. അവർ കണ്ണു തുറന്നുകൊണ്ട് ഇതിൻ്റെ തുടർന്ന് എല്ലാ പ്രവർത്തനങ്ങൾക്കും പിന്തുണ നൽകുന്നതോടൊപ്പം തന്നെ എഴുന്നള്ളത്ത് പാതയുടെയും വികസനവും സാധ്യമാക്കേണ്ടതാണ്. കഴിഞ്ഞ ഒരാഴ്ച മുൻപ് ചേർന്നിട്ടുള്ള നഗരസഭാ കൗൺസിൽ യോഗത്തിൽ ഞാൻ ഈ വിഷയം ഉന്നയിക്കുകയും അതോടൊപ്പം തന്നെ ഇതിനോട് പ്രതിപക്ഷത്തുള്ള കൗൺസിലർമാരെല്ലാം യോജിച്ചു. ഭരണകക്ഷിയിലുള്ള ഭൂരിപക്ഷം കൗൺസിലർമാരും ഇതിനോട് യോജിപ്പുള്ളത്. എനിക്ക് പറയാനുള്ളത് ചാലക്കുടി നഗരസഭാ അതിർത്തിയിൽപ്പെട്ടുള്ള ഈ കോട്ട ആശ്രമം ജംഗ്ഷനും തൊട്ടടുത്ത് ഇങ്ങിയിട്ടുള്ള സുന്ദരിക്കവലയും അതോടൊപ്പം തന്നെ പാപ്പാളി ജംഗ്ഷനും ഈ 3 ജംഗ്ഷനും അടച്ചു കിട്ടണം. കാരണം ഈ ഒരു വർഷത്തിനുള്ളിൽ 10-ലധികം അപകട മരണങ്ങളും നിരവധി, അതായത് എണ്ണിയാൽ തീരാത്തത്ര അപകടങ്ങൾ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. നിരവധി ആൾക്കാരെ കൈ ഒടിഞ്ഞിട്ടുണ്ട്, കാലൊടിഞ്ഞിട്ടുണ്ട്, തലയ്ക്ക് പരിക്കേറ്റുണ്ട്, നിരവധി അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചാലക്കുടി നഗരസഭ അടിയന്തരമായിട്ട് ട്രാഫിക് അഡ്വൈസറി കമ്മിറ്റി വിളിച്ചു വിടണം. ട്രാഫിക് അഡ്വൈസറി കമ്മിറ്റി വിളിച്ചു വിട്ടതിന് ശേഷം ഏത് രീതിയിൽ ഈ ഗതാഗത പരിഷ്കാരം വരുത്താൻ പറ്റുന്നുള്ള ആ കമ്മിറ്റി തീരുമാനിച്ച് ഉചിതമായ രീതിയിലുള്ള ട്രാഫിക് പരിഷ്കാരം ഇവിടെ വരുത്തണം. അതിൽ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഈ 3 ജംഗ്ഷനും അടച്ചു കിട്ടണം. പാപ്പാളി ജംഗ്ഷൻ താൽക്കാലികമായിട്ട് അടച്ചിട്ടിട്ടുണ്ട്. അവിടെ എല്ലാം പക്ഷേ വാഹനങ്ങൾ അതെല്ലാം കടന്ന് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുകയാണ്. സുന്ദരി കവലയ്ക്കയും താൽക്കാലികമായി അടച്ചിട്ടിട്ടുണ്ട്. അവിടെയും വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട്, അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇവിടെ ഈ ജംഗ്ഷനാണെങ്കിൽ കഴിഞ്ഞ 1 മാസം മുൻപ് ബഹുമാന്യ ഗണേഷ് കുമാർ മന്ത്രി, ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ വന്നിട്ട് അദ്ദേഹം പറഞ്ഞതും ഈ ജംഗ്ഷൻ അടച്ചു കിട്ടണം. ഇവിടുത്തെ MVD അടക്കമുള്ള ആൾക്കാർ പറഞ്ഞതും ഈ ജംഗ്ഷൻ അടച്ചു കിട്ടണം എന്നുള്ളതാണ്. പക്ഷേ വളരെ വിഷമത്തോടെ പറയട്ടെ, ചാലക്കുടി നഗരസഭാ ചെയർമാൻ അടക്കം ഏതാനും ചില കൗൺസിലർമാരും മറ്റ് പല രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കളടക്കം അവരിവിടെ സമരം ചെയ്തു ഈ ജംഗ്ഷൻ അടച്ചു കെട്ടാൻ പാടില്ല എന്നുള്ളത്. പക്ഷെ അത് തികച്ചും അശാസ്ത്രീയമാണ്. നിർബന്ധമായിട്ട് ഈ ജംഗ്ഷൻ അടച്ചു കെട്ടണം. ഇനിയൊരു ജീവൻ ഇവിടെ പൊലിയാൻ പാടില്ല. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ സർവീസ് റോഡ് അതിൻ്റെ വീതി കൂട്ടുന്ന വർക്ക് നടക്കാനുണ്ട്. ഇലക്ട്രിക് പോസ്റ്റുകളെല്ലാം നീക്കിയിട്ടു. ഇവിടെ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് നീക്കം ചെയ്ത് കഴിഞ്ഞു. താൽക്കാലികമായ ഒരു സംവിധാനം ഒരുക്കിയതല്ലാതെ പൂർണ്ണമായ രീതിയിൽ ഈ സർവീസ് റോഡ് ഒരുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ സർവീസ് റോഡ് പൂർണ്ണമായിട്ട് ഒരുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ 2 വഴി ഗതാഗതം സാധ്യമാവുകയും ഈ അപകടങ്ങൾ കുറയ്ക്കാനും പറ്റും. ഈ വിഷയത്തിൽ ഇടപെടുന്നത് ചാലക്കുടി നഗരസഭ മാത്രമല്ല, ബഹുമാന്യമായിട്ടുള്ള ചാലക്കുടി MLA ശ്രീ സനീഷ് കുമാർ ജോസഫും ബഹുമാന്യമായിട്ട് ശ്രീ ബെന്നി ബെഹന്നാനും ഈ വിഷയത്തിൽ ഇടപെട്ട് ഇതിന് ശാശ്വത പരിഹാരം ഉണ്ടാക്കണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ ഒരു ഇടപെടലുകൾ അടുത്ത് തന്നെ ഉണ്ടാവാനായിട്ട് എന്തെങ്കിലും സാധ്യതകളുണ്ടോ? നിലവിൽ ഇവിടെ അടിപ്പാത അനുവദിച്ചു എന്ന് പറയുന്നു. അതല്ലാണ്ട് ഇവിടെ കാര്യമായിട്ടുള്ളൊരു നടപടി ഉണ്ടായിട്ടില്ല. പക്ഷെ കഴിഞ്ഞ കൗൺസിൽ യോഗത്തിൽ നഗരസഭാ ചെയർമാൻ ബോധ്യപ്പെട്ടായിട്ട് എനിക്ക് തോന്നിയത് അദ്ദേഹം ഇവിടുത്തെ പൊതുജനങ്ങളെ വിളിച്ചുകൂട്ടി അവരുടെ അഭിപ്രായം സമന്വയിപ്പിച്ചതിന് ശേഷം അടച്ചിട്ടെന്ന് പറയുന്നുണ്ട്. പക്ഷേ അത് നീണ്ടുപോകരുത്, അടിയന്തരമായിട്ട് ചെയ്യാൻ തന്നെ തയ്യാറാവണം. അതിലൊരു തർക്കമില്ല. ഒരു പട്ടണത്തിൽ എന്തെല്ലാം വികസനങ്ങൾ കൊണ്ടുവന്നാലും സ്വന്തം ജീവനും അതുപോലെ സുരക്ഷിതത്വം നൽകുന്ന ഒരു സംവിധാനം ഒരു പട്ടണത്തിൽ ഇല്ല എങ്കിൽ അവിടെ എന്തൊക്കെ വികസനങ്ങൾ കൊണ്ടുവന്നാലും ആ വികസനമൊന്നും ജനങ്ങളുടെ ഹൃദയത്തിൽ തട്ടുന്ന ഒരു വികസനമായിട്ട് മാറില്ല. ഇപ്പം എൻ്റെ ഈ പിറകി നിൽക്കുന്ന ഈ ജംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ ആളുകളെ ഹോമിക്കുന്ന ഒരു സ്ഥലമാണിത്. ആളുകൾ ഹോമിക്കപ്പെടുന്ന, അതായത് ഇവിടുത്തെ ഭരണ സംവിധാനങ്ങളുടെ അനാസ്ഥ കാരണം കൊണ്ട് കുറച്ച് ഡ്രൈവിംഗ് പ്രോബ്ലം, നല്ലൊരു ഗുഡ് ഡ്രൈവിംഗ് ഹാബിറ്റ്സ് ഇല്ലാതെ ഉള്ള ഒരു ഇടപെടൽ. മറ്റൊന്ന് ഇവിടുത്തെ ഭരണ സംവിധാനങ്ങളുടെ ഈ വോട്ട് ബാങ്ക് ലക്ഷ്യമാക്കിയുള്ള രാഷ്ട്രീയം. ആ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ടാണ് പല കാര്യങ്ങളും നടപ്പിലാക്കേണ്ട സംഭവങ്ങൾ വോട്ട് ബാങ്കിന് വേണ്ടിയിട്ട് മറച്ചു വെച്ച് ഈ ജംഗ്ഷൻ ആളുകളെ ഹോമിപ്പിക്കപ്പെടുന്ന, ആളുകളുടെ ജീവൻ ദുരന്ത ഭൂമിയിലേക്ക് ആക്കുന്ന ഒരു പ്രദേശമായിട്ട് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇതിലിവിടുത്തെ ഭരണാധികാരികൾക്ക് മുഴുവനായിട്ടും പങ്കുണ്ട്. എത്ര വലിയ സിംഹാസനസ്ഥനായിരുന്നാലും ഒരു കാര്യം പറയാണ്,
ഇതുപോലെയുള്ള സ്ഥലങ്ങൾ ഒരു നഗരത്തിലും പട്ടണത്തിലും കണ്ടില്ല എന്ന് നടിച്ച് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അവരെത്ര വലിയ വികസനം കൊണ്ടുവന്ന് നടപ്പിലാക്കുന്നു പറഞ്ഞാലും ജനങ്ങൾ മരിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പിന്നെ അതിനേക്കാളും വലിയ ജനങ്ങൾ മരിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് വികസനം? മാസത്തിൽ ഒരു 1, 2, 3 വെച്ച് ഒരു പട്ടണത്തിൻ്റെ ഒരു സ്ഥലത്ത് ഇങ്ങനെ മരണപ്പെടുന്നുണ്ടെങ്കിൽ പിന്നെ എന്ത് വികസനം നടത്തിയിട്ട് എന്ത് കാര്യം? ഇപ്പോൾ ഈ പറയുന്ന എൻട്രി ഇത് ഇപ്പോഴും തുറന്ന് ഓപ്പണാക്കി വെച്ചിരിക്കുന്നു ആളുകൾ ചാവാൻ.